Hello everyone, welcome to V and S Coding Labs. Learning by sharing. നമ്മൾ ഇന്ന് if സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ if സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ സിൻടാക്സ് ആണ് നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാവുന്നത്, ഫ്ലോ ചാർട്ട് ആണ് റൈറ്റ് സൈഡിൽ കാണാവുന്നത്. if സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് ട്രൂ ആണെങ്കിൽ മാത്രം ഈ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബ്രേസിൻ്റെ ഇടയ്ക്കുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിനെ എക്സിക്യൂട്ട് ചെയ്യുന്ന സാധനമാണ് നമ്മൾ if സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്ത് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്ലോ ചാർട്ട് നമുക്ക് നോക്കാം. ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് അത് ട്രൂ ആണെങ്കിൽ കണ്ടീഷണൽ കോഡ് നമ്മൾ ആ ഈ സ്റ്റേറ്റ്മെൻറ്റിനകത്തുള്ള കോഡുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഫോൾസ് ആണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്ത് നമ്മൾ പോവുകയാണ് ചെയ്യുന്നത്, അടുത്ത കോഡുകൾ എക്സിക്യൂട്ട് ചെയ്യണം. നമുക്കിതിൻ്റെ എക്സാമ്പിൾ കാണുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാവും. അപ്പോൾ നമ്മളിവിടെ ഇന്ന് എഴുതാൻ പോകുന്ന പ്രോഗ്രാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ഓർ ഓഡ് നമ്പർ ആണോ എന്ന് നമ്മൾ സെർച്ച് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പോൾ ഒരു ഫസ്റ്റ് വേരിയബിൾ എന്ന് പറഞ്ഞ് ഫസ്റ്റ് വേരിയബിൾ എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ഇനി ഡിക്ലെയർ ചെയ്ത് ഇനിഷ്യലൈസ് ചെയ്തു. അതേപോലെ റിമൈൻഡർ, അതായത് റിമൈൻഡർ കീപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു വേരിയബിൾ എടുത്തു. റിമൈൻഡറെ കുറിച്ചൊക്കെ നമുക്ക് പറയാം. പ്രോഗ്രാം ടു ഫൈൻഡ് എ ഈവൻ നമ്പർ, നമ്മൾ ഒരു നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. ആ നമ്പർ ഈവൻ ആണോ ഓഡാണോ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. സോ റിമൈൻഡർ നമ്മൾ എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ കിട്ടുന്ന വാല്യൂസിനെയാണ് നമ്മൾ ഈവൻ നമ്പർ എന്ന് നമ്മൾ പറയുന്നത്. സോ നമ്മൾ റിമൈൻഡർ കണ്ടുപിടിക്കാനായിട്ട് C++ൽ ഒരു ഓപ്പറേറ്റർ ഉണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്നത് മോഡുലസ് ഓപ്പറേറ്റർ എന്നാണ്. സോ മോഡുലസ് ഓപ്പറേറ്റർ യൂസ് ചെയ്താണ് നമ്മളിവിടെ റിമൈൻഡർ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മുടെ റിമൈൻഡർ എന്ന് പറഞ്ഞ വേരിയബിളിലോട്ട് നമ്മൾ എൻ്റർ ചെയ്ത ഫസ്റ്റ് വേരിയബിളിനെ മോഡ് 2 വെച്ച് ചെയ്യുമ്പോൾ ആ നമ്പർ 2 കൊണ്ട് ഡിവിസിബിൾ ആണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അതായത് അറിയാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിമൈൻഡർ 0 ആണെങ്കിൽ ഡിവിസിബിൾ ബൈ 2 ആണ്. സോ ഡിവിസിബിൾ ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ഒരു ഈവൻ നമ്പർ ആണെന്നാണ്. സോ നമ്മൾ ഇനി ഈ സ്റ്റേറ്റ്മെൻറ്റിൽ ഈ വരുന്ന റിമൈൻഡർ 0 ആണോ അല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. 0 ആണെങ്കിൽ നമ്മൾ അതിനെ ഈവൻ നമ്പർ ആണെന്ന് പറഞ്ഞ് പ്രിൻ്റ് ചെയ്യും. സോ 0 അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈവൻ നമ്പറാണെന്ന് പ്രിൻ്റ് ചെയ്യില്ല, കാരണം നമ്മുടെ വേരിയബിൾ അപ്പോൾ ഈവൻ നമ്പർ അല്ല. സോ നമ്മളിവിടെ ചെക്ക് ചെയ്യും. നിങ്ങൾ ഒരു കാര്യം ഇവിടെ നോക്കേണ്ടതാണ്. അതായത് ഈഫ് റിമൈൻഡർ ഈക്വൽ ടു എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതായത് രണ്ട് വേരിയബിൾസോ അല്ലെങ്കിൽ രണ്ട് വാല്യൂസോ തമ്മിൽ ഈക്വൽ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നതിന് 2 ഈക്വൽ ഇടണം. നമ്മൾ ഒരു ഈക്വൽ ഇട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ വാല്യൂ നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ള വാല്യൂവിലോട്ട് അസൈൻ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. സോ നമ്മളിവിടെ പറഞ്ഞു ആ റിമൈൻഡർ 0 ആണെങ്കിൽ മാത്രമാണ് നമ്മൾ ആ കാണുന്ന ഇറ്റ് ഈസ് ആൻ ഈവൻ നമ്പർ എന്ന് പറയുന്ന കോഡ് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ, പ്രിൻ്റ് ചെയ്യുള്ളൂ എന്ന് നമുക്ക് പറയാം. സോ നമുക്കിവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഒരു വാല്യൂ എൻ്റർ ചെയ്ത് നോക്കാം. സോ ബിൽഡായി, നമ്മൾ സക്സീഡായി. നമ്മൾ ഇനി എക്സിക്യൂട്ട് ചെയ്യാൻ പോകണേ. സോ പ്രോഗ്രാം ടു ഫൈൻഡ് ആൻ ഈവൻ നമ്പർ. സോ നമ്മൾ ഒരു നമ്പർ എൻ്റർ ചെയ്യുന്നു. നമുക്ക് ആദ്യം ഒരു ഈവൻ നമ്പർ പരീക്ഷിച്ച് നോക്കാം. സോ ഞാൻ 4 കൊടുത്തു. അപ്പോൾ ഇറ്റ് ഈസ് ആൻ ഈവൻ നമ്പർ, ഹാവ് എ ഗുഡ് ഡേ. കണ്ടോ? അപ്പോൾ ആ ഈ സ്റ്റേറ്റ്മെൻറ്റിനകത്തുള്ള അത് എക്സിക്യൂട്ടായി. നമുക്ക് ഒന്നും കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഇനി നമുക്ക് ഈവൻ നമ്പർ അല്ലാത്ത ഒരു നമ്പർ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നതെന്ന് കൂടെ നമുക്ക് നോക്കണ്ടേ. കണ്ടോ? 7 കൊടുത്തു. 7 കൊടുത്തപ്പോൾ എന്നാ ഹാവ് എ ഗുഡ് ഡേ എന്ന് പറയുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വെളിയിലുള്ള ഔട്ട് മാത്രമാണ് അവിടെ പ്രിൻ്റ് ചെയ്തത്. നമ്മളിവിടെ ഒരു സിമ്പിളായിട്ടുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റിനെ കണ്ടു. ഇനി നമുക്ക് ഈഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ നമുക്ക് എക്സിക്യൂട്ട് ആവുമെന്ന് നോക്കാം. അതിൻ്റെ സിൻടാക്സ് ആണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്, അതിൻ്റെ ഫ്ലോ ചാർട്ടാണ് റൈറ്റ് സൈഡിൽ കാണുന്നത്. സോ ഇവിടെ നമുക്ക് ഫ്ലോ ചാർട്ട് കണ്ട് നോക്കാം. കണ്ടീഷൻ ശരിയാണെങ്കിൽ കുറച്ച് കോഡ് എക്സിക്യൂട്ട് ചെയ്യും. ഇനി കണ്ടീഷൻ തെറ്റാണെങ്കിൽ വേറെ കുറച്ച് കോഡുകൾ എക്സിക്യൂട്ട് ചെയ്യും. അതാണ് നമ്മുടെ ഇവിടെ പറയുന്ന എൽസ് എന്ന പാർട്ട്. ഇത് രണ്ടും കഴിഞ്ഞ് ബാക്കിയുള്ള പ്രോഗ്രാം അതേപോലെ എക്സിക്യൂട്ട് ചെയ്യും. നമ്മുടെ സാധാരണ ഒരു പ്രോഗ്രാമിൻ്റെ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് ടു ബോട്ടം ആണ്. പക്ഷേ നമുക്ക് കുറച്ച് കണ്ടീഷനെ ബേസ് ചെയ്താണ് നമ്മൾ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ അത് ട്രൂ ആണെങ്കിൽ ട്രൂ പാർട്ട് മാത്രം, എൽസ് ആണെങ്കിൽ എൽസ് പാർട്ട് മാത്രം. സോ നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്ന ഈവൻ നമ്പർ പ്രോഗ്രാമിൻ്റെ പോലെ തന്നെ ഈവൻ ഓർ ഓടും കൂടെ നമുക്ക് പ്രിൻ്റ് ചെയ്യാം. അങ്ങനെ ഓഡ് പ്രിൻ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഓഡ് നമ്പറിനെ നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് എൽസ് പാർട്ടിൽ നമുക്ക് ചെയ്യാനും പറ്റും. സോ റിമൈൻഡർ 0 അല്ലാതെ വരുന്നത് 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ വരുന്നത്
1 0 ആയിരിക്കും. അപ്പോൾ 1 വന്നു കഴിഞ്ഞാൽ അത് ഓഡ് നമ്പറാണ്. അപ്പോൾ 0 അല്ലാത്ത വാല്യൂ ആണെങ്കിൽ ഓഡ് നമ്പറാണ്. സോ അത് നമുക്ക് നോക്കാനായിട്ട് എന്താ ചെയ്യുന്നത്, ഈഫിൻ്റെ എൽസ് പാർട്ട് എടുത്താൽ മതി. അപ്പോൾ ഈ ഈഫിൽ പെടാത്ത ഈവൻ നമ്പർ അല്ലാത്ത നമ്പറുകളെല്ലാം ഓഡ് നമ്പറാണ്. സോ അത് നമുക്ക് 2 വാല്യൂസ് വെച്ച് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ഓൾറെഡി മറ്റേ ഇതിൽ കണ്ടു, പക്ഷെ നമ്മൾ എൽസ് പാർട്ടിൽ എങ്ങനെ ഇത് കയറുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കണ്ടിട്ടില്ല അല്ലേ. അപ്പം നമുക്ക് അതും കൂടെ പരീക്ഷിച്ച് നോക്കട്ടെ. സോ ഞാൻ ആദ്യം ഇവിടെ 3 എന്ന് പറഞ്ഞൊരു നമ്പർ എൻ്റർ ചെയ്തു, 7 എന്ന് പറഞ്ഞ നമ്പർ തന്നെ എൻ്റർ ചെയ്തു. അപ്പോൾ ഞാൻ എന്താ മതി, ഇറ്റ് ഈസ് ആൻ ഓഡ് നമ്പർ എന്ന് പ്രിന്റ് ചെയ്ത് കണ്ടോ. അപ്പോൾ ഇവിടുത്തെ എൽസ് പാർട്ടിലാണ് അത് കയറി എക്സിക്യൂട്ട് ആയിരിക്കുന്നത്. ഈഫ് പാർട്ടിൽ ട്രൂ അല്ലാത്തതിനാൽ ഈഫ് പാർട്ടിൻ്റെ അവിടെ കയറിയില്ല. ഇനി ഞാൻ 4 കൊടുത്തപ്പോൾ എന്നാ, ഇറ്റ് ഈസ് ആൻ ഈവൻ നമ്പർ. സോ ഓഡ് നമ്പർ എന്നുള്ള പാർട്ട് എക്സിക്യൂട്ട് ചെയ്തില്ല. ഇതുവഴി എനിക്ക് എന്നാ ചെയ്യുന്നത് വെച്ചാൽ ആ പാർട്ട് നമുക്ക് ആവശ്യമില്ലാത്ത കണ്ടീഷനിൽ ആവശ്യമില്ലാത്ത നമ്മൾ പാർട്ട് നമ്മൾ സ്കിപ്പ് ചെയ്തങ്ങ് എക്സിക്യൂട്ട് ചെയ്യാനാണ് ചെയ്യുന്നത്. നമുക്ക് ആവശ്യമുള്ള പാർട്ട് മാത്രമേ എക്സിക്യൂട്ട് ചെയ്യണം. ഇനി നമുക്ക് ഇതിൻ്റെ വേറൊരു വകഭേദം കൂടെ ഉണ്ട്, ഈഫ് എൽസ്. അതായത് നമുക്ക് ഇതുപോലെ എൽസീഫ് എന്ന് പറഞ്ഞ കുറേ കണ്ടീഷനുകൾ എഴുതാം. അതായത് ഒരു ഈഫ് എന്ന് പറയുന്നു, ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അത് മാത്രം എക്സിക്യൂട്ട് ചെയ്യും. ട്രൂ അല്ല എന്നുണ്ടെങ്കിൽ എൽസ് ഈഫ്, അടുത്തൊരു കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യും. ആ കണ്ടീഷൻ ശരിയാണെങ്കിൽ അതിൽ കയറും, ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ എൽസ് പാർട്ടിൽ പോകും. ഇതേപോലെ എനിക്ക് ഒരു എൽസീഫ് അല്ല എഴുതാൻ പറ്റുന്നത്, എനിക്ക് ഇഷ്ടം പോലെ എൽസീഫ് പാർട്ടുകൾ എഴുതാൻ വേണമെങ്കിൽ. സോ എനിക്ക് ഈഫ് എൽസീഫ് എന്നിട്ട് അവസാനം എനിക്കൊരു എൽസ്. അതായത് ഞാൻ ഈ എൽസീഫിലും ഈഫിലും കണ്ടീഷൻസ് തെറ്റാണെന്നുണ്ടെങ്കിൽ എൻ്റെ എൽസ് പാർട്ടിലേ വരും. സോ അതാണ് നമ്മുടെ ഇവിടുത്തെ റൈറ്റ് സൈഡിലെ ഫ്ലോ ചാർട്ട് നമ്മൾ കാണിക്കുന്നത്. നമുക്കിത് പ്രോഗ്രാമിങ്ങിൽ നമുക്ക് നോക്കാം. നമ്മുടെ ഈഫ് സ്റ്റേറ്റ്മെൻറ്റും ഈഫൽ സ്റ്റേറ്റ്മെൻറ്റും നമ്മൾ ചെക്ക് ചെയ്ത പോലെ തന്നെ നമുക്ക് വേറൊരു പ്രോഗ്രാം വഴി ഇതിനെ ചെക്ക് ചെയ്യാം. ഫൈൻഡിങ് എ നമ്പർ ഈസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ 0 ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ നമ്മളതിന് നേരത്തെ പോലെ തന്നെ നമ്മളൊരു വേരിയബിളിലോട്ട് നമ്മുടെ കീബോർഡ് വഴി ഒരു വാല്യൂ എൻ്റർ ചെയ്തെടുക്കുന്നു. എന്നിട്ട് നമ്മളിവിടെ ഒരു ഈഫ് കണ്ടീഷനിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നു, ഈ വാല്യൂ നമ്മൾ എൻ്റർ ചെയ്ത വാല്യൂ 0 ആണോ അല്ലെങ്കിൽ നെഗറ്റീവ് നമ്പർ ആണോ അതോ പോസിറ്റീവ് നമ്പറാണോ ചെക്ക് ചെയ്യും. അപ്പോൾ 0യേക്കാൾ ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂസിനെ നമ്മൾ പോസിറ്റീവ് വാല്യൂസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ ചെയ്തു, ഈഫ് ഒരു കണ്ടീഷനെ ബേസ് ചെയ്തു. അതായത് ആ നമ്മൾ എൻ്റർ ചെയ്ത നമ്പർ 0യേക്കാൾ കൂടുതലാണോ, ആണെങ്കിൽ ട്രൂ ആവുകയാണെങ്കിൽ നമ്മുടെ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് അകത്തോട്ട് കയറി ഇറ്റ് ഈസ് എ പോസിറ്റീവ് നമ്പർ എന്ന് പ്രിൻ്റ് ചെയ്യും. സോ ഇനി എൽസ് ഈഫിൽ ഞാൻ ചെക്ക് ചെയ്യുകയാണ്. എൽസ് ഈഫ് എന്ന് ഞാൻ എഴുതുമ്പോൾ എനിക്ക് അടുത്ത കണ്ടീഷൻ എഴുതാൻ പറ്റും. ഞാൻ എൽസ് എന്ന് എഴുതിയിരുന്നത് നേരത്തെ നിങ്ങൾ കണ്ടല്ലോ, എൽസ് എഴുതുമ്പോൾ ഞാൻ അവിടെ ഒരു കണ്ടീഷൻ എഴുതത്തില്ല. എൽസ് ഈഫ് ആണെങ്കിൽ ഞാൻ അവിടെ കണ്ടീഷൻ എഴുതുന്നു. ഇവിടെ ഞാൻ നോക്കുന്നു അത് 0യേക്കാൾ താഴെയുള്ള വാല്യൂസ് ആണോ എന്ന് ഞാൻ ചെക്ക് ചെയ്യുന്നു. 0യേക്കാൾ താഴെയുള്ള വാല്യൂസ് ആണെങ്കിൽ നമ്മളതിനെ നെഗറ്റീവ് നമ്പേഴ്സ് എന്നാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് ചെക്ക് ചെയ്യും. അപ്പം ഞാനിപ്പോൾ ഒരു -1 എന്ന് പറഞ്ഞ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, സി ഔട്ട് ഇറ്റ് ഈസ് എ നെഗറ്റീവ് നമ്പർ. അപ്പോൾ ഇവിടുത്തെ ഈ പറയുന്ന ഇറ്റ് ഈസ് എ പോസിറ്റീവ് നമ്പരോ, ഇനി ഞാൻ എൽസ് പാർട്ടിൽ എഴുതാൻ പോകുന്ന ഇറ്റ് ഈസ് എ നെഗറ്റീവ് നമ്പരോ, എൽസ് പാർട്ടിൽ ഞാൻ എഴുതാൻ പോകുന്ന ഇറ്റ് ഈസ് 0 എന്നുള്ളതോ എക്സിക്യൂട്ട് ചെയ്യത്തില്ല. അതിക്ക് പകരം ഞാൻ -1 എൻ്റർ ചെയ്ത ഇറ്റ് ഈസ് എ നെഗറ്റീവ് നമ്പർ എന്നും ഈ എക്സിക്യൂട്ട് ചെയ്ത ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം കഴിഞ്ഞ് ഞാൻ എഴുതിയിരിക്കുന്ന സി ഔട്ടായ ഹാവ് എ ഗുഡ് ഡേയും ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ നമുക്ക് ഈ 3 കണ്ടീഷൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. ടെസ്റ്റ് ചെയ്താലല്ലേ നമുക്ക് ഈ 3 കണ്ടീഷൻ നോക്കിയാലല്ലേ നമുക്ക് നമ്മുടെ പ്രോഗ്രാം വാലിഡ് ആണോ അല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അപ്പം ഞാനിവിടെ 7 എൻ്റർ ചെയ്തു. 7 എന്ന് പറയുന്നത് 0യേക്കാൾ വലുതാണ്. അപ്പോൾ ഇറ്റ് ഈസ് എ പോസിറ്റീവ് നമ്പർ എന്ന് പറഞ്ഞാൽ ഇതെടുത്തു. പിന്നെ ഹാവ് എ ഗുഡ് ഡേ എന്ന വാല്യൂവും പ്രിൻ്റ് ചെയ്തു. സോ ബാക്കി നമ്മുടെ ഇറ്റ് ഈസ് എ നെഗറ്റീവ് നമ്പറും ഇറ്റ് ഈസ് എ 0 എന്നുള്ള നമ്മുടെ കണ്ടീഷന് ട്രൂ അല്ലാത്ത വാല്യൂസ് ഒന്നും പ്രിൻ്റ് ആയില്ല. ഇനി അടുത്ത നമ്പർ നമുക്ക് നോക്കാം. സോ ഞാനിവിടെ ഒരു നെഗറ്റീവ് നമ്പർ എൻ്റർ ചെയ്തു. കണ്ടോ, ഇറ്റ് ഈസ് എ നെഗറ്റീവ് നമ്പർ, ഹാവ് എ ഗുഡ് ഡേ. സോ എനിക്ക് ഈ വഴി ഇങ്ങനെ എനിക്ക് ആവശ്യമുള്ള കോഡ് മാത്രം ഞാൻ എക്സിക്യൂട്ട് ചെയ്യുക ചെയ്യുന്നത്, എൻ്റെ കണ്ടീഷനെ ബേസ് ചെയ്ത്. ഞാൻ ഇനി 0 എൻ്റർ ചെയ്ത് കൊടുത്തു, ഇറ്റ് ഈസ് എ 0. അപ്പം നമ്മളിവിടുത്തെ എല്ലാ ബ്രാഞ്ചും ഈഫ് എൽസ് എന്ന് പറഞ്ഞ എല്ലാ ബ്രാഞ്ചും നമ്മൾ എക്സിക്യൂട്ട് ചെയ്തു, സക്സസ്ഫുള്ളി നമ്മളിത് ചെയ്തു. സോ കമൻറ്റ് ചെയ്യുക, പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ്. താങ്ക് യു എവരിവൺ.